രാവിലെ മജീഷ് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ദാ അവനെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോവാണ്. ഈ വഴിയിൽ പകല് വരാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും രാത്രി പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക്. വിളിക്കാൻ പോയപ്പോഴാണ് മനീഷിനെ കണ്ടത്. എന്നാ പിന്നെ രണ്ടാളും കൂടി വണ്ടി വന്നു കേട്ടപ്പോ ഈ വണ്ടി കംപ്ലൈന്റ് ആണ് പറയുണ്ടായിരുന്നു. പാലക്കാട് എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ കുറച്ച് പേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ഫുഡ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ പറഞ്ഞ് നാലാളും കൂടി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഷെയ്ക്ക് പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് ഒരു കുലുക്ക് സർവത്ത് കുടിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു കുലുക്കി സർവത്ത് പറഞ്ഞിട്ടുണ്ടോ, ഓറഞ്ച് ഫ്ലേവർ ആയിരുന്നു. അപ്പൊ ചെറുതാണ് പറഞ്ഞ് എനിക്ക് പച്ച മതി പറഞ്ഞിട്ട് പച്ച കുടിക്കണ്ടായിരുന്നു അവൻ. അത് കഴിഞ്ഞിട്ട് ഉണ്ണി കാർ എടുത്തിട്ട് വന്നപ്പോഴാണ് മജീഷ് പറഞ്ഞത് അവന് മുടി വെട്ടണമെന്ന്. അപ്പൊ എല്ലാരും കൂടി കാറി കയറി മുടി വെട്ടാൻ വേണ്ടി പോവാണ്. മുടി വെട്ടാൻ വന്ന സ്ഥിതിക്ക് ഒരാൾക്ക് മാത്രമായിട്ട് വെട്ടാൻ പറ്റും, ഞങ്ങൾ എല്ലാവരും കൂടി മുടി വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഇടയിൽ അഭിലാഷും മനീഷും കൂടി ഇടയിൽ എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നു. ഇടയിൽ ഒരു കുട്ടിക്ക് മുടി വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒരേ കരച്ചിലായിരുന്നു. മുടി വെട്ടി കഴിഞ്ഞിട്ട് ഏഴാളും കൂടി അതിൽ കുത്തിക്കേറിയിരുന്നു. ഇനിയിപ്പോ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് മുടി വെട്ടി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണട്ടാ. ഫുഡ് കഴിക്കണമെങ്കിൽ അത് മന്തി തന്നെ ആയിരിക്കണം എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് തൊണ്ടവേനും ജലദോഷം ഉണ്ടായിരുന്നു. അത് പണിയാകും വിചാരിച്ചിട്ടിരുന്നപ്പോഴാണ് അത് പിറ്റേ ദിവസം പനിയായി മാറിയത്. കുറച്ച് ദിവസമായിട്ട് ഏതെങ്കിലുമൊക്കെ വഴി പോവാന്ന് പറഞ്ഞ് നോക്കിയാലും ആ വഴിന്റെ ഫ്രണ്ടിൽ ഇവനുണ്ടാവും. പനിയുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, എന്നും തലകർക്കും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഇന്നാണ് ഇത്തിരി കുഴപ്പമില്ലാന്ന് തോന്നിയത്. ഇനിയൊക്കെ ഇനി മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അടുത്തൊരു വ്ളോഗായിട്ട് പിന്നെ വരാട്ടാ. ബൈ.